ഹലോ ഫ്രണ്ട്സ്, സത്യം പറഞ്ഞാൽ നമ്മൾ വന്നത് വേറെ കാര്യത്തിനും, പക്ഷെ എൻ്റെ കണ്ണുകൾ ഉടക്കിയത് എവിടെയാണ്. ചെടികൾ കാരണം എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ വന്ന കാര്യം പറയാം. നമ്മൾ അക്വേറിയം ഉണ്ടാക്കിയതിന് വാട്ടർഫാൾ സെറ്റ് ചെയ്യാൻ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മോട്ടർ വാങ്ങാൻ വന്നതാണ്. നിർഭാഗ്യവശാൽ നമുക്ക് മേടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയി വന്നു. അതായത് നോമ്പായതുകൊണ്ട് സ്റ്റാഫുകളൊക്കെ കുറേ കമ്മിയാണ്. അത് ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും കുറേ ചാത്തൻ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ചൈനേൻ്റെ സാധനങ്ങൾ തന്നെയാണ്. എന്നാലും നമ്മൾ വാങ്ങുമ്പോൾ നല്ല തന്നെ നോക്കി വാങ്ങണമല്ലോ. അങ്ങനെ അത് സാധിച്ചില്ല. അപ്പോൾ ഇപ്പുറത്തെ അക്വേറിയത്തിൽ കുറച്ച് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. പാക്കിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇതൊരു കിഴി കെട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഉള്ളിലെന്തോ മണൽ പോലെ എന്തോ സാധനമാണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. തൽക്കാലമൊക്കെ ഇപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നടാം. അതേപോലെ നമ്മൾ ചാണകപ്പൊടിയും പിന്നെ ഇതിനായിട്ട് മണലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നത്തെയും പോലെ ഇന്ന് നമ്മളെ സഹായിക്കാൻ അമ്പാടി ഉണ്ട്. ഇപ്പോൾ ഡബർ പാൻറ്റ് എന്തായാലും നമുക്ക് ഊരി നോക്കാം. എന്താ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് അറിയാൻ പാടില്ലല്ലോ. വേരുണ്ടോ ഇല്ലയോ ഒന്നൊന്നും അറിയില്ല. എന്താ പാടുന്ന നമുക്കറിയില്ലല്ലോ. എന്ത് കെട്ടിവെച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു അവിടുന്ന്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ചത്ര വേരുകളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ പിടിച്ചിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും ഇത് നമ്മൾ നടാൻ ഉദ്ദേശിച്ച പോട്ടിലൊന്ന് നട്ട് പിന്നെ വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചിട്ട് എന്താ പാടെന്നൊന്ന് നോക്കാം നമുക്ക്. ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞാൽ വേര് വരുമായിരിക്കും. നല്ല ബുഷിയായി വളരണമെങ്കിൽ വേറെ വേറെ ആക്കിയിട്ട് നടണം. എന്നാൽ മാത്രമേ നല്ല ബുഷിയായിട്ട് ഉണ്ടാവുള്ളൂ. ഇത് വിജയിച്ചാൽ അടുത്ത പ്ലാന്റ് നമ്മൾ ഇറക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെള്ളത്തിലിടുന്ന വേറെ പ്ലാന്റുകൾ അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇത് ഇങ്ങനെ കുത്തി വെച്ചിട്ട് നോക്കാം ബാക്കി പരിപാടികൾ. ഇതിങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്, നമ്മൾ ബുഷിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലിറക്കി വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് താഴ്ത്തി കൊടുക്കാം. വലിയ അലമ്പൊന്നുമില്ലാതെ വെള്ളം അധികം അളകാതെ വേണം നമ്മളിത് ചെയ്യാൻ. അതവിടെ ഇരിക്കട്ടെ എന്തായാലും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്